നമസ്കാരം. അടുത്ത 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ടാവും. അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസമാകാം, മകളുടെ വിവാഹമാകാം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് പ്ലാനിംഗ് ആവാം, അതുമല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതിനായിട്ടാവാം, ഒരു സ്ഥലം വാങ്ങുന്നതാവാം. പലർക്കും ആവശ്യങ്ങൾ പലതാണ്. ഇതിനൊക്കെ വേണ്ടത് എന്താണ്? പണമാണ്, അല്ലേ? നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം രൂപ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, 50 ലക്ഷം രൂപയുടെ ഒരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന്. അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഏത് ഇൻവെസ്റ്റ്മെന്റ് ശൈലിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോസറോ മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ്. ഈ വീഡിയോ സാമ്പത്തിക അവബോധത്തിനും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഉള്ളതാണ്. ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. ഏതൊരു നിക്ഷേപ തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ടും ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം തേടുക. അപ്പോൾ 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം രൂപ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് അത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഉപയോഗിച്ചാവാം എന്നതായിരിക്കും. ശരിയാണ്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് പണം വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഒരു ചെറിയ കാലയളവ്, അതായത് 5 വർഷം പോലെയുള്ള ഒരു ഷോർട്ട് ടേം പീരീഡിൽ, ഒരു ചെറിയ കാലയളവിനുള്ളിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു ചോയ്സ് അല്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും താഴോട്ടും മുകളിലോട്ടും പോകാൻ പറ്റുന്ന ഒന്നാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് അതിന്റെ ഒരു പെർഫോമൻസ് നമുക്കറിയാം, കോമൺ ആയിട്ട് ഉള്ള കാര്യം തന്നെയാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് എപ്പോഴും ഒരുപോലെ തന്നെ സ്റ്റഡി ആയിട്ടുള്ള ഒന്നല്ല. അത് എപ്പോഴും വേണമെങ്കിലും കൂടുകയും കുറയുകയും ചെയ്യും. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കുകയും ചെയ്യുന്നു. സോ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു കാര്യത്തിൽ 50 ലക്ഷം രൂപയുടെ ഒരു കോർപ്പസ് 5 വർഷം പോലെയുള്ള ഒരു കാലയളവിനുള്ളിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. എന്താണ് അതിനുള്ള ഒരു വഴി, അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ഏതാണ്? അതാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ, ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ, അല്ലെങ്കിൽ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്നീ പേരുകളിലും ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ അറിയപ്പെടുന്നു. സോ എന്തുകൊണ്ട് ഹൈബ്രിഡ് ഫണ്ടുകൾ? ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ ഹൈബ്രിഡ് ഫണ്ടുകളിൽ നമ്മുടെ പണം നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മുടെ പണത്തിന്റെ 65% പോകുന്നത് ഇക്വിറ്റിയിലേക്കാണ്, അതായത് ഷെയറുകളിലേക്ക്. ഇത് നിങ്ങളുടെ പണം കൂടുതൽ വേഗത്തിൽ വളരുന്നതിന് സഹായകമാകും. ബാക്കി വരുന്ന 35% ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലേക്കാണ് പോകുന്നത്. ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ സംഭവിക്കുന്നത് എന്താണ്? അവിടെ നിങ്ങളുടെ പണം സ്റ്റേബിൾ ആയിരിക്കും, സേഫ് ആയിരിക്കും. ഇത് നിങ്ങളുടെ റിസ്ക് കുറയ്ക്കുകയും ചെയ്യും. ഈ ഒരു മിക്സ് കാരണം, അതായത് 65+35 ഇക്വിറ്റി പ്ലസ് ഡെറ്റ് എന്ന് പറയുന്ന അത്തരത്തിൽ 2 ഫണ്ടുകളിലേക്ക് നിങ്ങളുടെ പണം പോകുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് കണ്ടീഷൻ നല്ലതായിരിക്കുന്ന സമയത്ത് വലിയ റിട്ടേൺ ലഭിക്കുന്നു. അതുമാത്രമല്ല, മാർക്കറ്റ് കണ്ടീഷൻ മോശമായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പണം സുരക്ഷിതമാക്കി വെക്കാനും ഇത് സഹായിക്കുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ, പ്യൂർ ആയിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകളിലേക്കാൾ വളരെ അധികം സേഫ്റ്റി ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് വഴി നമുക്കുണ്ടാകും. അതായത് 5 കൊല്ലത്തിനുള്ളിൽ ഒരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഹൗ ഷുഡ് യു ഇൻവെസ്റ്റ്. എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് ഹൈബ്രിഡ് ഫണ്ടിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അത് ലംസമായിട്ട് വലിയൊരു തുക നമ്മൾ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യണോ, അതല്ല SIP രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? സോ നിസ്സംശയം നമുക്ക് പറയാം, ദ ബെസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ ഈസ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ SIP. SIP നമ്മൾ പ്രതിമാസം സ്ഥിരമായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് മാർക്കറ്റിന്റെ അപ്പ് ആൻഡ് ഡൗണിന് കണക്കായിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ലോ ആയിരിക്കുന്ന സമയത്ത് കൂടുതൽ യൂണിറ്റ് വാങ്ങുകയും മാർക്കറ്റ് ഹൈ ആയിരിക്കുന്ന സമയത്ത് കുറേ യൂണിറ്റുകൾ വാങ്ങുകയും ചെയ്യുന്നു. ഇതുവഴി ഇത് ബാലൻസ്ഡ് ആയിട്ട് നിലനിൽക്കുന്നു. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ SIP ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ഡിസിപ്ലിൻഡ് ആയിരിക്കണം. വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല SIP ഒരു കാരണവശാലും മിസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടെ പണം അടക്കുന്നത് മുടക്കാതിരിക്കുക. അതായത് ഈ മാസം അടച്ചു കഴിഞ്ഞു, ഇനി അടുത്ത മാസം അടക്കേണ്ട, അതിന് അപ്പുറത്തെ മാസം അടക്കാം. അത്തരത്തിലുള്ള ഒരു അപ്രോച്ചുമായിട്ട് നമ്മൾ SIP ഇൻവെസ്റ്റ്മെന്റുമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഗോളിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് എത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. പോസിബിൾ ആണെങ്കിൽ കുറച്ച് മണി എക്സ്ട്രാ ആഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ 50 ലക്ഷം രൂപയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 50 ലക്ഷം രൂപയുടെ ഒരു ഫിനാൻഷ്യൽ ഗോളിലേക്ക് നമ്മൾക്ക് എത്തണമെങ്കിൽ ഓരോ മാസവും എത്ര രൂപയാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്? ഫണ്ടിന്റെ ആവറേജ് ആനുവൽ റിട്ടേണിനെ അനുസരിച്ചാണ് ഇത്. നമുക്കൊരു ടേബിളിന്റെ സഹായത്തോടു കൂടി അത് മനസ്സിലാക്കാം. പ്രതിവർഷ റിട്ടേൺ 8% ആണെങ്കിൽ പ്രതിമാസം 67,610 രൂപ നമ്മൾ SIP ചെയ്യേണ്ടതായിട്ടുണ്ട്.
10% ആനുവൽ റിട്ടേൺ എങ്കിൽ 64,040 രൂപ പ്രതിമാസം SIP ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ 12% ആനുവൽ റിട്ടേൺ എങ്കിൽ 60,650 രൂപ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് 50 lakhs കോർപ്പസിലേക്ക് എത്തുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരു ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നമ്മുടെ ലൈഫ് സുരക്ഷിതമാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് നിങ്ങളെ സഹായിക്കുന്നത്. പ്രതിമാസം വെറും 578 രൂപ പ്രീമിയത്തിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ലൈഫ് കവറേജ് ലഭിക്കുന്നു. അതുമാത്രമല്ല, ഇൻകം ടാക്സിന്റെ സെക്ഷൻ 80C ആൻഡ് 80D പ്രകാരം 54,600 രൂപ വരെ ടാക്സ് ഡിഡക്ഷൻ ലഭ്യമാണ്. കൂടാതെ 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിലുണ്ട്. 64 ക്രിട്ടിക്കൽ ഇൽനെസ്സും ഇത് കവർ ചെയ്യുന്നു. മാത്രമല്ല 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഉറപ്പു നൽകുന്നു. കൂടാതെ ആദ്യ വർഷ പ്രീമിയത്തിൽ 15% ഡിസ്കൗണ്ടും ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇത് വാങ്ങിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. സോ നിങ്ങളുടെ ഹൈബ്രിഡ് ഫണ്ട് തരുന്ന റിട്ടേൺ പ്രതിവർഷം ഏകദേശം 10% ആണെങ്കിൽ എല്ലാ മാസവും 64,040 രൂപ നിങ്ങൾ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു എമൗണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ 5 വർഷത്തേക്ക് കൃത്യമായിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 50 ലക്ഷം എന്ന് പറയുന്ന ഗോളിലേക്ക് എത്താൻ യാതൊരു തടസ്സവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബോണസോ എക്സ്ട്രാ ഇൻകമോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളിലേക്ക് നിങ്ങളെ വേഗത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ അണ്ടർസ്റ്റാൻഡിംഗ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. റിട്ടേൺസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്, അതിന് മാറ്റം സംഭവിക്കാം. ഇത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ അല്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ നിങ്ങളുടെ 50 ലക്ഷം എന്ന് പറയുന്ന ഒരു ഗോൾ, ഒരു ഫിനാൻഷ്യൽ ഗോൾ, 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഗോളിൽ നിങ്ങൾ എത്തണമെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട, നിങ്ങൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങളുടെ SIP നിങ്ങൾ മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പണം മറ്റു തരത്തിലുള്ള ചെലവുകൾക്കായി ഉപയോഗിക്കുക. അതായത് സഡൻ ആയിട്ട് വരുന്ന എക്സ്പെൻസസ് പോലെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി വെച്ച പണം ഒരിക്കലും ഉപയോഗിക്കരുത്. അതുകൂടാതെ എമർജൻസി ഫണ്ട് നിങ്ങൾ കരുതാതെ ഒരിക്കലും SIP സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം ഒരു എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് എപ്പോഴാണ് എന്താണ് ഒരു പെട്ടെന്ന് ഒരു പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി എടുത്തു വെച്ച പണം നമ്മളെടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആകെ താറുമാറാകും, നമ്മുടെ ഫിനാൻഷ്യൽ ഗോളിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എപ്പോഴും എമർജൻസി ഫണ്ട് കൃത്യമായിട്ട് എടുത്തു വെക്കുക. ആ എമർജൻസി ഫണ്ട് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക. കൂടാതെ ഇൻഫ്ലേഷനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യുകയും ചെയ്യാൻ പാടില്ല. അതായത് 50 ലക്ഷം രൂപയുടെ ഇന്നത്തെ വാല്യൂ ആയിരിക്കില്ല 5 വർഷം കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അതിന് കണക്കായിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, പ്രതിമാസം 60,000 രൂപയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എൻ്റെ ഫിനാൻഷ്യൽ ഗോളിലേക്ക് എത്താൻ സാധ്യമല്ലേ എന്നുള്ള കാര്യത്തിന്. പക്ഷേ അതിന് ഉത്തരമുണ്ട്. നിങ്ങളുടെ ശമ്പളം ചെറുതാണെങ്കിൽ നിങ്ങൾ ചെറിയ എമൗണ്ട് വെച്ച് SIP സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് ഗ്രാജുവലി നിങ്ങൾക്ക് ശമ്പളം കൂടുന്നതിന് അനുസരിച്ച് അതിന് കണക്കായിട്ട് SIPയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയും കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സാലറി ഹൈക്ക് കിട്ടിയാലോ ഇൻക്രിമെന്റ് കിട്ടിയാലോ ഇൻവെസ്റ്റ്മെന്റിൽ 10 മുതൽ 12% വരെയുള്ള ഒരു ഹൈക്ക് വരുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 5 വർഷം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കാലയളവാണ്. അതായത് 50 ലക്ഷം കോർപ്പസിൽ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് 5 ലക്ഷം പോരാ. അതായത് എനിക്ക് മാസം 60,000 രൂപയൊന്നും എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം എന്നുള്ളത് റീകൺസിഡർ ചെയ്യാം. അത് 6, 7, 8, 10 വർഷം ആക്കിയാൽ പോലും നിങ്ങൾക്ക് അതിൽ വലിയ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ ഒന്നും ഉണ്ടാകില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിന് കണക്കായിട്ടുള്ള എമൗണ്ട് SIP ചെയ്തുകൊണ്ട് SIP ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാണ്. അപ്പോൾ 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം ഉണ്ടാക്കുന്നത് SIP വഴി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. 5 വർഷം എന്നുള്ളത് ആ കാലം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അതായത് 50 lakhs in 5 years എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. നിങ്ങൾക്ക് 6 or 7 or 10 ഇയേഴ്സിനുള്ളിൽ ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഒരു പാറ്റേണിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ ആവാം. അത് എത്രയും ആവട്ടെ, 10 ലക്ഷമോ 20 ലക്ഷമോ 50 ലക്ഷമോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ എത്രയും ആവട്ടെ, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് അവിടെ എത്താൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ബോസ്വാല മലയാളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.